വാട്ട് എ മാച്ച്, കിഡിലെ മാച്ച് തന്നെയായിരുന്നു. എല്ലാവരും യുണൈറ്റഡ് ഇസ് ബാക്ക്, ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് കൊടുക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം പറഞ്ഞ് യുണൈറ്റഡിനെ പൊക്കി പറയുന്നുണ്ട്. ആഴ്സണലിൻ്റെ സൈഡിലേക്ക് ഒരു നെഗറ്റീവും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന യുണൈറ്റഡ് ഫാൻസ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്നോട് യോജിക്കാൻ പറ്റിയില്ല എന്ന് വരാം, അല്ലെങ്കിൽ ഇവനെന്താ ആഴ്സണലിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കാം. അതിനെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽ സംഭവങ്ങൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ടും പറയുന്നുണ്ടാവും. പക്ഷേ എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വീഡിയോ മുഴുവൻ കാണുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ആൻഡ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ എന്ന് ഓർമ്മിച്ചുകൊണ്ട് വെൽക്കം ബാക്ക് ടു 80 പോഡ്കാസ്റ്റ് ഫുട്ബോൾ ക്ലബ്, ആൻഡ് ദിസ് ഈസ് RJ ആൻഡപ്പൻ. അപ്പോൾ ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ നമുക്ക് പ്രീമിയർ ലീഗിൽ നല്ലൊരു അടിപൊളി മാച്ച് കാണാൻ പറ്റി എന്നുള്ളതാണ്. ഇറ്റ് വാസ് ലൈക്ക് കൊടുത്തും തടഞ്ഞും ഒക്കെ ഒരു രസമുള്ളൊരു മാച്ച് തന്നെയായിരുന്നു. പിന്നെ ഞാൻ ഒരുപാട് പേരുടെ ഈ സ്റ്റോറീസ്, റിവ്യൂസ്, വീഡിയോസ് ഇതിനകത്തെല്ലാം കാണുമ്പോൾ യുണൈറ്റഡ് ഇസ് ബാക്ക്, ഏത് ടീമിനെയും അടിക്കാൻ പറ്റുന്ന രീതിയിൽ യുണൈറ്റഡ് ഒരു സ്ട്രോങ് ആയിട്ടുണ്ട്. ശരിയാണ്, കഴിഞ്ഞ സീസണിലൊക്കെ വെച്ച് നോക്കുമ്പോൾ യുണൈറ്റഡിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിൽ, ഒരു പ്ലേയിങ് സ്റ്റൈലിൽ എല്ലാത്തിലും നമുക്കൊരു മാറ്റം കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം നമ്മൾ ആഴ്സണലിനെ കുറച്ച് കാണണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ നിങ്ങളെല്ലാവരും മാച്ച് കണ്ടിട്ടുള്ള ആൾക്കാരായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ മാച്ചിന് ഇന്നതാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ് എന്നൊന്നും പറയുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷേ ഞാനിതിനകത്ത് ആഴ്സണലിൻ്റെ സൈഡിലേക്കുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം എടുക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഇത് പ്രീമിയർ ലീഗാണ് ഗൈസ്. പ്രീമിയർ ലീഗിൽ 1 വിൻ ഇറ്റ്സ് ലൈക്ക് അതിൻ്റെയൊക്കെ വില അറിയാൻ പോകുന്നത് സീസൺ അവസാനിക്കാൻ പോകുമ്പോഴായിരിക്കും എന്നുള്ളതാണ്. എസ്പെഷ്യലി ഇതൊരു ബിഗ് മാച്ചാണ്. ബിഗ് മാച്ചിൽ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് കാണിച്ചത് കൊണ്ട് മാത്രം നമുക്ക് പ്രീമിയർ ലീഗ് അടിക്കാൻ പറ്റുമോ? ഇല്ല. അതാണ് അതിൻ്റെ ഒരു സത്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോയിൻറ്റ്സ് കയറിയേ പറ്റൂ, എന്നാൽ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഞാൻ നമ്മുടെ ദി എക്സ്കാസ്റ്റ് പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ പ്രഡിക്ഷനിൽ ചെൽസിയും ആഴ്സണലുമാണ് ഇപ്രാവശ്യം അടിക്കാൻ ചാൻസ്. ആൻഡ് സെക്കൻഡ് തിങ് ഇസ് ലൈക്ക് യുണൈറ്റഡ് എവിടെയും വരില്ല എന്നല്ല, പക്ഷേ യുണൈറ്റഡിൻ്റെ ഒരു കംബാക്ക് സീസൺ ആയിരിക്കും. മേ ബി നെക്സ്റ്റ് സീസണിലായിരിക്കും അവർ ശരിക്കും സ്ട്രോങ് ആവാൻ പോകുന്നത്. ഇത് അവരുടെ ഒരു എന്താ പറയുക, ഒന്ന് സെറ്റ് ആവാനും അവരുടെ എല്ലാം കൊണ്ടും ഒന്ന് ഒരു തിരിച്ചു വരവിൻ്റെ സംഭവം ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിരുന്നൊരു കാര്യം കേട്ടോ. അപ്പം റൂബനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് ലൈക്ക് എ ഗ്രേറ്റ് മാച്ച്, ബിക്കോസ് ഓരോ പ്ലേയേഴ്സിൻ്റെ കയ്യിൽ ബോൾ കിട്ടിക്കഴിയുമ്പോൾ യുണൈറ്റഡ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് വാസ് ലൈക്ക് വാവ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കിങ്ങനെ ആ ഒരു സാധനം ഉണ്ടല്ലോ, അതിങ്ങനെ വരും. അതാണ് പ്രീമിയർ ലീഗിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്ന വേറൊരു സാധനം. ആൻഡ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ആഴ്സണലിന് ഈ പറയുന്നത് പോലെ തന്നെ ആദ്യത്തെ ഗോൾ കഴിഞ്ഞ് കഴിഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരോടാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത്രയും നല്ല ഒരു ഫോർവേഡ് ലൈൻ, ഒരു അറ്റാക്കിംഗ് ലൈൻ യുണൈറ്റഡിന് ഉണ്ടായിട്ടും 22 ഷോട്ട്സ് അടിച്ചിട്ടും അതിൽ 7 ഷോട്ട് ഓൺ ടാർഗറ്റ് അടിച്ചിട്ടും ഒന്നും കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല എന്നുള്ളതാണ്. കോർണേഴ്സിൻ്റെ കാര്യത്തിലും 3 കോർണറും ആഴ്സണൽ 4 കോർണറും ഒക്കെയാണ് എടുത്തത്. പക്ഷേ എനിക്ക് തോന്നുന്നു അതിനകത്തൊരു ഡിഫറൻസ് ഉണ്ടാക്കിയത് ആഴ്സണലിൻ്റെ ഗോൾ കീപ്പറായ റയനെയാണ്. ബിക്കോസ് പുള്ളിക്കാരൻ ഇസ് ലൈക്ക് അൺബിലീവബിൾ ആണ്. എന്ന് വെച്ചാൽ പുള്ളി അടിപൊളിയാണ്. പുള്ളി അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. ഐ എം സോ ഹാപ്പി ടു സീ ദാറ്റ്. പുള്ളി അങ്ങനെ തന്നെ പോട്ടെ. ഞാനപ്പോൾ ഇതിനകത്ത് പറഞ്ഞു വന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യുണൈറ്റഡ് തിരിച്ച് വന്നില്ല എന്നൊന്നുമല്ല എൻ്റെ വാദം. പക്ഷേ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്നത് പോലെ കഴിഞ്ഞ 5 മത്സരങ്ങൾ, ഞാൻ 5 മത്സരങ്ങൾ എടുക്കുന്നുള്ളൂ, 5 മത്സരങ്ങളിൽ ഈ പറയുന്ന പോലെ ആഴ്സണലുമായിട്ട് തോറ്റു നിൽക്കുകയാണ്. സോ ടെക്നിക്കലി അതിൽ നിന്നൊന്ന് ബ്രേക്കായി വരാൻ അറ്റ്ലീസ്റ്റ് ഒരു ഗോളിനെങ്കിലും ജയിക്കണം. പക്ഷെ അത് സാധിച്ചില്ല എന്നുള്ളതാണ്. ആൻഡ് യുണൈറ്റഡ് തിരിച്ചു വരവിൻ്റെ പാതയിലാണെന്ന് കാണിക്കാൻ പറ്റിയ ആദ്യത്തെ മാച്ചാണ്. അപ്പോൾ അതിന് മരിച്ച് കളിച്ചില്ല എന്നുള്ളതും അല്ല കേട്ടോ, ഒരു വിജയം അനിവാര്യമായിരുന്നു, അത് സാധിച്ചില്ല എന്നുള്ളതൊരു സംഭവം തന്നെയാണ്. ഐ ഡോണ്ട് സേ ദാറ്റ് ദിസ് ഇസ് എ ഡിസാസ്റ്റർ മാച്ച്, അങ്ങനെയൊന്നുള്ള അഭിപ്രായമൊന്നുമില്ല. പക്ഷേ കളിച്ചു തോറ്റു എങ്കിലും ശരിക്കും പറഞ്ഞാൽ യുണൈറ്റഡിന് ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്നത് പോലെ തന്നെ ഇതിൻ്റെ എല്ലാം ആഘാതം കിട്ടാൻ പോകുന്നത് ലീഗ് അവസാനിക്കാറാവുമ്പോഴേക്കും ആ കളി ജയിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന സിറ്റുവേഷനിലേക്ക് വരും. എസ്പെഷ്യലി ഇതൊരു ബിഗ് മാച്ചാണ്. ബിഗ് മാച്ചിൽ മറ്റ് സിമ്പിൾ മാച്ചുകൾ പോലെ അല്ല. അപ്പോൾ ആഴ്സണലെ തോൽപ്പിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ആഴ്സണൽ ആകെ ആ ഒരു ഫ്രീ കിക്ക് ഗോൾ, അതായത് കോർണർ അതിൽ നിന്ന് എടുത്തുള്ള ഗോളല്ലാതെ എന്താ ചെയ്തത്? വലിയൊരു സ്ട്രൈക്കറെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു ഗോയ്ക്രസ്, എന്നിട്ട് ഒന്നും ചെയ്തില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പുള്ളി പ്രീമിയർ ലീഗിലേക്ക് വന്നിട്ടേ ഉള്ളൂ. സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും പണ്ട് മുതലേ പറഞ്ഞ് കേട്ടിട്ടുള്ളൊരു സാധനമാണ്, പ്രീമിയർ ലീഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. അപ്പോൾ ആ പ്രഷർ എന്തായാലും പുള്ളിക്കാരൻ ഉണ്ടായിട്ടുണ്ടാവും. ആൻഡ് പുള്ളി അങ്ങനെ കുറച്ച് കാണുകയേ വേണ്ട.
കാരണം കഴിഞ്ഞ പ്രാവശ്യം പുള്ളി ഗോൾ അടിച്ച് കൂട്ടിയിരിക്കുന്നതും പുള്ളി എജാതി ഗോൾ സ്കോറർ ആയിരുന്നു എന്നുള്ളതും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കിയാൽ മതി. അതുകൊണ്ട് കുറച്ച് സമയത്തിനുള്ളിൽ പുള്ളിയുടെ വിശ്വരൂപം കാണിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് പേഴ്സണലി ഒരു ഡൗട്ടും ഇല്ല. പിന്നെ ഈ ഫസ്റ്റ് മാച്ച് ഒരു ഗോളിനാണെങ്കിൽ പോലും എങ്ങനെയെങ്കിലും 1 ഗോൾ വഴങ്ങാതിരിക്കുക, 2 ജയിക്കുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് തന്നെയായിരുന്നു ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അത് ആഴ്സണൽ വൃത്തിക്കും വെടിപ്പായിട്ടും ചെയ്തു. പക്ഷേ അറ്റാക്കിംഗ് സൈഡിലേക്ക് വരുമ്പോൾ ആഴ്സണൽ വാസ് നോട്ട് ദാറ്റ് ഗുഡ്. കുറച്ചും കൂടെയൊക്കെ പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ റിസൾട്ട് എന്താണ് എന്നുള്ളതാണ് കാര്യം. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ യുണൈറ്റഡിനെ കുറ്റം പറയാനോ അല്ലെങ്കിൽ ആഴ്സണൽ എന്താ ഇപ്പം അങ്ങോട്ട് തിരിച്ചു വന്നു ആ സാധനമൊന്നുമല്ല. പേഴ്സണലി ഇത് ഇങ്ങനെയും ഒരു സംഭവം ഇതിനകത്ത് കടക്കുന്നുണ്ട് എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് പറയാനായിട്ടുണ്ടായിരുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു, ഇതിൽ ശരിയുണ്ട് അല്ലെങ്കിൽ തെറ്റാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ.